പിക്കോ ഫിറോസ്, നമ്മൾ കാഫിർ പ്രയോഗം തുടങ്ങിയ വിഷയമാണ് ചർച്ച ചെയ്തു വന്നത്. അവിടെയാണ് ഈ വ്യാജ പ്രൊഫൈൽ വിഷയം കൂടി വരുന്നത്. എന്തായാലും കാഫിർ പ്രയോഗത്തിന് പിന്നിൽ അതിൽ UDF നേതാക്കളാണ് അല്ലെങ്കിൽ ഈ നേതാക്കളാണെന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. ഉന്നയിക്കപ്പെട്ട ആ വ്യക്തി അല്ല അത് ചെയ്തത് എന്നത് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകി, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല, വിദേശത്ത് നോക്കി അത് ചെയ്തിട്ടുണ്ടാവും എന്നതാണ് CPMന്റെ നിലപാട്. അതിനുമപ്പുറം ഈ വ്യാജ പ്രൊഫൈലുകളെ ചെറുക്കാനുള്ള ഒരു പൊതു നിലപാട് സ്വീകരിക്കാൻ ലീഗ് നേതൃത്വവും UDFും ഒക്കെ അത്തരമൊരു പൊതു സ്വീകാര്യതയുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമോ? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് CPMന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഈ കാസിമിന്റെ പേരിലാണല്ലോ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും അത് KK ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും CPMന്റെ മറ്റു പ്രവർത്തകരും അണികളും ഒക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തത്. അതായിരുന്നല്ലോ വടകരയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുകൊണ്ട് ഇപ്പൊ കാസിമല്ല എന്ന് തെളിഞ്ഞു, അത് ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും CPMന് കഴിയില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ പോലീസ് ഞങ്ങൾക്ക് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് CPMും പോലീസും ശ്രമിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് വടകരയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ഏത് CPM ആണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള നിയമ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട. പിന്നെ വ്യാജ പ്രൊഫൈലുകളുടെ കാര്യം, ഇപ്പോ CPM തന്നെ അവകാശപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ച് CPMന്റെ ഒരു MLA, ഭരണകക്ഷി MLA ആയ PV അൻവർ അടക്കമുള്ള ആളുകൾ ഇവരുടെ സൈബർ വെട്ടുകിളി കൂട്ടങ്ങളെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് കടന്നൽ കൂട്ടങ്ങൾ എന്നാണ്. ആ കടന്നൽ കൂട്ടങ്ങൾ ഇപ്പോ സ്വന്തം നെഞ്ചിന് നേരെ പാഞ്ഞു വരുമ്പോ, അല്ലെങ്കിൽ സ്വയം കുത്താൻ പിന്നെ സ്വന്തം അണികളെയും നേതാക്കന്മാരെയും തിരിഞ്ഞു കുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോ ഇവർക്ക് ഇങ്ങനൊരു ബോധോദയം ഉണ്ടായത്, വ്യാജ പ്രൊഫൈലുകൾ വേണ്ട എന്നുള്ളത്. ഇത്രയും കാലം ഈ കടന്നൽ കൂട്ടങ്ങൾ ആരെയെല്ലാം കുത്തി നോവിച്ചു, കേരളത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി, എത്ര ആളുകളെ വേദനിപ്പിച്ചു. അപ്പൊ ഇപ്പോ അവർക്ക് സ്വയം ഇത് തിരിച്ചടിയാകുന്നു എന്ന് കണ്ടപ്പോഴാണ് എങ്കിലും നല്ലത്, ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ CPM. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ലീഗിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ട് നടക്കുന്നില്ല. ഈ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ട് നടന്ന CPM ആണ്. അവരതിന് തീ കൊടുത്താൽ മതി. ആ കടന്നൽ കൂട്ടങ്ങളിൽ CPM തീ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് ആത്മാർത്ഥമാണെങ്കിൽ ആ വരും ദിവസങ്ങളിൽ നമുക്കത് പരിശോധിക്കാം. ആ പരിശോധനയെ തുടർന്ന് നമുക്കത് ആത്മാർത്ഥമാണെന്ന് വിലയിരുത്താം. എന്നെ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. അൽകുമാർ, ഒരു